السلام عليكم ورحمة الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله هيا على هيا على هيا على هيا على الله أكبر الله أكبر لا إله إلا الله إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير كلام كلام الله عز وجل وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله ഏറെ പ്രിയപ്പെട്ട ആദർശ സഹോദരി സഹോദരന്മാരെ, നമ്മയൊക്കെ പഠിച്ച് തുടർന്ന് നിരീക്ഷിച്ചും പരീക്ഷിച്ചും കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിൻ്റെ കൽപ്പനകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നും ആ റബ്ബ് നിരോധിച്ച കാര്യങ്ങൾ അതങ്ങനെ തന്നെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ ക്ഷമയുടെയും നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും എല്ലാം മാസമായ പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറഞ്ഞ് പെരുന്നാൾ ഇന്ന് നമ്മൾ ആഘോഷിച്ചു. അൽഹംദുലില്ലാ. പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, വിശുദ്ധ റമളാനിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ ഉള്ള ഈമാനും തഖ്വയല്ല ഇപ്പോൾ നമുക്കുള്ളത്. നമ്മുടെ ഈമാനിൽ, നമ്മുടെ തഖ്വയിൽ ഒരല്പം വർദ്ധനവ് വന്നിട്ടുണ്ട്. എന്താണ് കാരണം? അള്ളാഹുവിനോടുള്ള ആരാധനയിൽ, ഇബാദത്തിൽ നമ്മൾ ഏറെ അധിക സമയം ചിലവഴിച്ചത് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ത്വാഅത്ത് കൂടുതലായിക്കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിച്ചു. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്, ഈമാൻ വർദ്ധിക്കുന്നുള്ളത്. നമ്മൾ വിശുദ്ധ റമളാനിൽ നേടിയെടുത്ത ഈ ഈമാൻ, ആ തഖ്വ, അതിന് നമ്മുടെ മരണം വരെ നിലനിർത്തേണ്ടതുണ്ട്, അതിനേക്കാൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്താണ് അതിനുള്ള പരിഹാരം? നമ്മുടെ ഈമാൻ നിലനിർത്തുവാനും അത് വർദ്ധിപ്പിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് ഈ ഒരു ആഘോഷ ദിനത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പ്രവാചകൻ പറയാൻ, മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ പൂർത്തീകരണം, ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ വിശ്വാസം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ അവൻക്ക് ആവശ്യമില്ലാത്ത, അവൻക്ക് ബന്ധമില്ലാത്ത, അവൻക്ക് ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കേണ്ടതുണ്ട്. തർക്കുഹു മാ ലാ യഅനി. ഒന്നുകൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, കഥയില്ലാത്ത വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുക. ഈ ഒരു ഹദീസ് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി എല്ലാ ദിവസവും കൊണ്ടു നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതുകൊണ്ടാണ് ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഈ ഒരു ഹദീസ് എല്ലാം അദബിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനമാണെന്നാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് എന്താ ലഭിക്കാനുള്ളത്? ഒരു വിശ്വാസിയും അവൻക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും, അത് സംസാരമാവട്ടെ പ്രവൃത്തിയാവട്ടെ, അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും സമൂഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും ഏറെക്കുറക്ക് ഉണ്ടാവുന്നത് ചില ആളുകൾ അവർക്ക് ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ്, തലയിടുന്നത് കൊണ്ടാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇന്ന് ലോകത്തുണ്ടാവുന്നത്. നമുക്കറിയാം, ഈ രൂപത്തിൽ നമുക്ക് ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഇസ്ലാം, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമായി നിലനിർത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത വിഷയങ്ങളിൽ ഇനി നമ്മൾ അങ്ങോട്ട് നമ്മുടെ മരണം വരെ നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ സമ്പത്തും
ആ കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കരുത്. ഇത് ഏറെ പ്രധാനപ്പെട്ട ഹദീസാണ്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്ത് കാര്യങ്ങളിൽ നിന്നാണ് ഒരു വിശ്വാസി മാറി നിൽക്കേണ്ടത്? തർക്കുഹു മാ ലാ യഅനി എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിശ്വാസിക്ക്, ഒരു അടിമക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, കൽപ്പിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പകലിലും രാത്രിയിലുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വ്യക്തി അതല്ലാത്ത കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോൾ അള്ളാഹു കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് സമയം ചെലവഴിക്കാൻ നമുക്ക് സമയം കിട്ടൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉമ്മത്തിനെ ശക്തമായി പഠിപ്പിക്കുവാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, നമുക്ക് 5 നേരത്തെ നമസ്കാരങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകളുണ്ട്. പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പഠനം, അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ഇസ്ലാമികമായിട്ട് വളർത്തൽ, ഹലാലായ രൂപത്തിൽ സമ്പാദ്യം നേടൽ, അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കൽ, നമ്മുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കൽ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് കൽപ്പനകൾ, കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു തീർക്കാൻ ഒരുപാട് സമയങ്ങൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻക്ക് ദുനിയാവിലും പരലോകത്തും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കാം? അവന് സമയം ചെലവഴിക്കാൻ സാധിക്കാം, അവന് സമ്പത്ത് ചെലവഴിക്കാൻ സാധിക്കാം? അത് സാധിക്കൂല എന്നുള്ളതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻക്ക് അവന്റെ ഇസ്ലാം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. കുറച്ചേ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ആ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് പരലോകമാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നോക്കൂ നിങ്ങൾ, ഇന്ന് ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടാൻ ടി വി ഷോയിലൂടെയും അതേപോലെ തന്നെ സിനിമ സീരിയൽ രംഗങ്ങളുടെയും എല്ലാം സമയം ചെലവഴിച്ചുകൊണ്ട്, കായിക താരങ്ങളുടെ ജീവിത ശൈലികൾ പിൻപറ്റിക്കൊണ്ടൊക്കെ സമയം നഷ്ടപ്പെടുത്തുകയാണ് ഇന്ന് മിക്ക ആളുകളും. അതിൽ ചില ആളുകൾ തന്നെ അവരുടെ എല്ലാ ജീവിത ചരിത്രം പഠിക്കുവാൻ വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. ചില ആളുകളോട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗായകന്മാരെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്നത്തെ സിനിമ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റിയെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ അവരുടെ എല്ലാ വിശദാംശങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു തരും, പറഞ്ഞു തരും. എന്നാൽ സ്വഹാബത്തിനൊന്ന് കുറിച്ച് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ ഒന്ന് കുറിച്ച് ചോദിച്ചാൽ ആർക്കുമൊന്നും സംസാരിക്കാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമുക്ക് സമയമില്ല, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള വിഷയങ്ങളിൽ ഒരു വിശ്വാസിക്ക് സമയം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കാം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലായിരിക്കണം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഇവിടെ ദുനിയാവിൽ ചിലവഴിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും നല്ല അടിമകളായിക്കൊണ്ട് നമ്മുടെ സമയത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ആരോഗ്യത്തിനും അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ.
അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ആദർശ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വയോടെ നിലനിർത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി എന്ന ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഇസ്ലാം അത് പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കണമെന്നുള്ള അതിശക്തമായിട്ടുള്ള ഉപദേശം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, ലാ ഖൈറ ഫീ കസീർ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ. നമ്മൾ സംസാരിക്കുന്ന അധിക കാര്യങ്ങളിലും ഒരു ഖൈറുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ദുനിയാവിലും ആഖിറത്തിലും ഖൈറില്ല എന്ന് അല്ലാഹു പറയുമ്പോൾ ഈ ഹദീസുമായി ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അധികമായി നമ്മൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ കളവ് പറയുവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ളവരെ കുറ്റം പറയുവാനും മറ്റുള്ളവരെ അവഹേളിക്കുവാനും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള ദിക്ർ അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് ഓരോ നിമിഷത്തിലും ഇത് നാളെ എനിക്ക് പരലോകത്ത് ഉപകാരമുണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. എന്നാൽ മാത്രമാണ് നമ്മൾ വിശുദ്ധ റമളാനിൽ നമ്മൾ ഇന്ന് നേടിയെടുത്ത ആ ഈമാൻ അത് നിലനിർത്തുവാനും അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചിരിക്കാനുള്ള കാരണം? അദ്ദേഹം പറയാൻ, 2 കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എനിക്കിപ്പോ സന്തോഷമാണ്, റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള അതിയായ ആഗ്രഹവും സന്തോഷം എനിക്കുണ്ട്. ഈ 2 കാര്യങ്ങൾ എന്താ? അതിലൊന്നാമത്തേത് ഈ ഹദീസുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറയാൻ, ഞാൻ ഇന്നേ വരെ എനിക്ക് ഉത്തരവാദിത്തമില്ലാത്ത, എനിക്ക് ബാധ്യതയില്ലാത്ത, എനിക്ക് ഉപകാരമില്ലാത്ത ഒരു വിഷയത്തിലും ഞാൻ തലയിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്ന് അദ്ദേഹം പറയാൻ. രണ്ടാമത്തേതോ, എൻ്റെ മുസ്ലിം സഹോദരന്മാർക്ക് വെറുപ്പുണ്ടാവുന്ന, അവർക്ക് സങ്കടമുണ്ടാവുന്ന വിഷയങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ആ സ്വഹാബി പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ബെനിഫിറ്റുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ സമയവും നമ്മുടെ സമ്പത്തും ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ആ രൂപത്തിൽ നമ്മുടെ റമളാനിൽ നേടിയെടുത്ത തഖ്വയും ഈമാനും വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകൾ, നമ്മുടെ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും, നമസ്കാരങ്ങളും നോമ്പും സക്കാത്തും എല്ലാം അത് എത്ര ന്യൂനതകളും തിന്മകളും ഉള്ളതാണെങ്കിലും ശരി, അല്ലാഹുവേ നീ ഗഫൂറും റഹീമുമാണല്ലോ, ആ നന്മകളെല്ലാം നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്നാദാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. اللهم مقلب القلوب ثبت قلوبنا على دينك يا رب العالمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم وحد صفوف المسلمين. اللهم احفظ المسلمين في كل مكان يا رب العالمين. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك يا رب العالمين. اللهم انصر الإسلام. اللهم أعز الإسلام. اللهم أعز المسلمين يا رب العالمين. آمين آمين أرحمك الرحمن الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. وآخر دعوانا أن الحمد لله رب العالمين.